കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തിന് തന്ന വലിയൊരു അനുഗ്രഹത്തിന് ഈശോനും മാതാവിനോടും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനീത, ഇതെൻ്റെ മകൻ ജയസൂര്യ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 3/4/2024 ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. എൻ്റെ മകനെ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് ഉടമ്പടി എടുത്ത് 13 ദിവസത്തിന് ശേഷം എൻ്റെ മകന് കുവൈറ്റിലേക്ക് പോകാനുള്ള ഒരു വിസ ശരിയായി. പക്ഷേ ഒരു വ്യക്തി കാരണം ഞങ്ങൾക്ക് ആ വിസയ്ക്കുള്ള ക്യാഷ് ആ വ്യക്തി ഞങ്ങളെ ചതിച്ചു. അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ആ വിസ അന്ന് അതുകൊണ്ട് ക്യാൻസലായി പോയി. എൻ്റെ മകന് ഉടമ്പടിയിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അവനെ നിർബന്ധിച്ച് ഉടമ്പടി എടുപ്പിച്ചു. അതിനുശേഷം അങ്ങനെ അവൻ ആ ഉടമ്പടി എടുത്തതിന് ശേഷം എറണാകുളത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി, റിഗിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി അവൻ പോയി. അതിൽ 300 പേരാണ് ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ 300 പേരിൽ നിന്ന് 10 പേരിൽ ഒരാളായിട്ട് എൻ്റെ മകനെ അവർ സെലക്ഷനായിട്ട് എടുത്തു. അതിന് ഈശോനും മാതാവിനും വലിയൊരു നന്ദി പറയുന്നു. ആ കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂവിൻ്റെ നടക്കുന്ന സ്ഥലത്ത് ഉപ്പ് എല്ലാം ഇട്ടതിന് ശേഷമാണ് ആ ഇൻ്റർവ്യൂവിലേക്ക് അവൻ പോയത്. അതിന് ഈശോനും തന്ന വലിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം അബുദാബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജനുവരി 1/1/2026 ഈ കുവൈറ്റിലേക്ക് വന്ന വിസയെക്കാട്ടിലും അതിനേക്കാട്ടിലും നല്ലൊരു വിസ നൽകി അമ്മ ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. 3 മാസത്തെ ജോലി, 1 മാസത്തെ ലീവിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അത് ശമ്പളത്തോടു കൂടിയുള്ള ലീവാണ് അവിടുന്ന് തന്ന അനുഗ്രഹിച്ചത്. അതിന് ഈശോനോട് മാതാവിനോട് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസമായ 7-ാം തീയതി ആ ഡേറ്റിൽ തന്നെയാണ് അവന് വിസ കിട്ടിയത്. അന്ന് അവൻ അതിലേക്ക് പോവുകയും ചെയ്തു. മുംബൈയിൽ നിന്നായിരുന്നു വിമാനം ഉണ്ടായിരുന്നത്. അവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് നമ്മൾ നടക്കുന്ന സമയത്ത് ഇവരെ അക്കൗണ്ടിൽ ഓരോ രാജ്യത്തേക്ക് മുമ്പ് ഇത്ര എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ ഒരു കാര്യവും അവിടെ ഒന്നും നോക്കില്ല. ഇവൻ്റെ കൂടെ പോയ ഒരാളുടെ ഒന്നുപോലും അവിടെ നോക്കാതെ ആ എമിഗ്രേഷൻ ക്ലിയറൻസ് നല്ല രീതിയിൽ കഴിഞ്ഞു. മാതാവ് അങ്ങോട്ട് പോയി. അതിന് 9 മണിക്ക് ശേഷമായിരുന്നു വിമാനം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സായാഹ്ന പ്രാർത്ഥന നടക്കുന്ന സമയം ഞാൻ 6:30 മുതൽ 9 മണി വരെ, 9 മണിക്കായിരുന്നു ഇവന് പ്ലെയിൻ ടിക്കറ്റിൻ്റെ സമയം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 9 മണി വരെ ആ പച്ചത്തിരി വെച്ച് കത്തിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയോടും മാതാവിനോടും പറഞ്ഞു, ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ പോകാൻ പറ്റില്ല. ഈശോയും മാതാവും കൂടെ ചെന്ന് ഇവനെല്ലാം അവിടെ ചെന്നിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ എല്ലാം ചെന്ന് ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഈശോയും മാതാവിൻ്റെ കൂടെ പോയി. ഇവൻ എയർപോർട്ടിൽ എത്തിയ സമയത്ത് എൻ്റെ പച്ചത്തിരിയിൽ പച്ച ലൈറ്റ് പോലെ വലിയൊരു പ്രകാശം വീട്ടിൽ പരന്നു. അത് കഴിഞ്ഞ് ഇവൻ വിമാനത്തിൽ കയറിയപ്പോൾ ചുമന്നൊരു സിഗ്നൽ കാണിച്ച് അതിൽ 9 എന്ന അക്കം കൂടി കാണിച്ച് മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന് എൻ്റെ മകൻ്റെ സമയത്തിൻ്റെ എല്ലാ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വെച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 3 ദിവസം കൊണ്ടാണ് മാതാവ് ഈ വിസ തന്ന് ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ചത്. അതിൻ്റെ അവൻ ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഞാനിന്നിവിടെ ദശാംശമായിട്ടെന്ന ഓഫീസിൽ ഏൽപ്പിച്ചു. എൻ്റെ കുടുംബത്തിനും അമ്മ ഈശോയും തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് കോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസനം പത്രം ആശുപത്രികളിലെല്ലാം കയറി ഞാൻ കൊടുക്കും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് വൃദ്ധസാധനത്തിൽ ഒരു ചാക്കരി കൊടുക്കും. പൊതിച്ചോറ് നമ്മൾ കൊടുക്കാറുണ്ട്. എൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു പൈസയ്ക്ക് വേണ്ടി വയ്ക്കുന്ന ഒരാളെ ഞാൻ ഉപേക്ഷിക്കാറില്ല. അവർക്കെല്ലാവർക്കും പൈസ കൊടുത്ത് അനുഗ്രഹിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് വളരെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു അനുഗ്രഹം കൃപയും എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടി. പിന്നെ ഈശോയിലേക്കും മാതാവിലേക്കും കൂടുതൽ എനിക്കുള്ള ഒരു അനുഗ്രഹം കൃപയും കിട്ടി. ബൈബിൾ ഞാൻ 1/2 മണിക്കൂർ കൂടുതൽ വായിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി പ്രാർത്ഥന അത് മുഴുവനായിട്ട് കാണാൻ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കാണാറുണ്ട്. അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോനും മാതാവിനും കോടാനുകോടി നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ മരണം വരെ കൊണ്ടുപോകാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. എൻ്റെ പേര് ജയസൂര്യ. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ഡീപ്പായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തായാലും മാതാവ് അനുഗ്രഹം തരും. നമ്മൾ നന്നായി വിശ്വസിച്ചാൽ മതി. ഇത് ഒരിക്കലും പ്രതീക്ഷയല്ല കിട്ടുന്നൊന്നും. കാരണം കുറച്ച് പേര് ചതിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം പോകാൻ പറ്റിയില്ല. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. പിന്നീട് ഞാൻ പോകുമ്പോൾ 2ാമത് പ്രാവശ്യം പോകുമ്പോൾ അമ്മയോട് പറയാണ്ടാണ് പോയത്. കാരണം എനിക്കിതൊരു ടെസ്റ്റ് തന്നെ ആയിരുന്നു, ഇതിപ്പോൾ ശരിക്കും ഉള്ളതാണോ ഇല്ല എന്നൊക്കെ. പക്ഷേ മാതാവ് എന്നെ അവിടെ തോൽപ്പിച്ചു. എനിക്ക് നല്ലൊരു രീതിയിൽ തന്നെ ജോലി തന്ന് എന്നെ നല്ല സ്ഥലത്തേക്ക് പറഞ്ഞയക്കാനും മാതാവ് ഇടയാക്കി. ഇത്രയും മാതാവിന് നന്ദി പറയുന്നു.
നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വചനമാണ്. വചനം പറയുന്നത്, ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ പരാജിതരല്ല, മറിച്ച് പൂർണ്ണ വിജയം വരിക്കുന്നവരായാണ് നാം മാറുന്നത്. ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ദുഃഖങ്ങളും ഭയങ്ങളും പ്രശ്നങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ പല പ്രതിസന്ധികളാവാം. നമ്മൾ പ്രതീക്ഷയോടെ പല കാര്യങ്ങളും മുന്നോട്ട് നടത്താം. പക്ഷേങ്കിൽ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം, നമ്മൾ വിചാരിച്ച ഫലം ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ വചനം ഓർമ്മിപ്പിക്കുന്നത്, നീ തോറ്റിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നീ ഇതിനകം ജയിച്ചു കഴിഞ്ഞവരാണ് എന്നാണ്. ഉടമ്പടിയിൽ നമ്മുടെ പോരാട്ടങ്ങൾ ജയത്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ നിരാശ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. ജയസൂര്യ എന്ന മകനും അമ്മ സുനിതയും നമ്മളോട് പറഞ്ഞ സാക്ഷ്യത്തിൽ ആദ്യം ഒരു യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും ഇവിടെ വന്ന് അമ്മ സുനിതയാണ് കൃപാസനം ഉടമ്പടി എടുത്തത്, പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് മകനൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെയാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. കുവൈറ്റിനുള്ള ഇൻ്റർവ്യൂ പാസ്സാവുകയും 13-ാം ദിവസം പോകാനുള്ള റെഡിയായി നിൽക്കുമ്പോഴാണ് ആ ക്യാഷ് തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത വ്യക്തി ക്യാഷ് തരാതാവുകയും കുവൈറ്റിന് പോകാൻ സാധിക്കാതെ വരികയും ചെയ്തത്. പിന്നീട് മകൻ ജയസൂര്യ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകന് കുവൈറ്റിനേക്കാൾ നല്ല രീതിയിൽ അബുദാബിയിലേക്ക് നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. 300ഓളം വ്യക്തികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. പക്ഷേ ആ 300 വ്യക്തികളിൽ നിന്ന് 10 പേരെയാണ് സെലക്ട് ചെയ്തത്. ഇവിടെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. ഈ മകന് സെലക്ട് ആവണമെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈ 300 പേരും ഒരുപക്ഷെ നല്ല പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, കൂടുതൽ ക്വാളിഫൈഡ് ആയിരിക്കാം. പക്ഷെങ്കിൽ ജയസൂര്യനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്നാണ് അമ്മ സുനിത ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അബുദാബിയിലേക്ക് നല്ല ഒരു വിസ നൽകി അനുഗ്രഹിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതും 3 മാസം കഴിഞ്ഞ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അനുഗ്രഹവും നൽകിയാണ്. കാരണം അതെല്ലാം ആ ജോലി പാക്കേജിലുള്ളതാണ്. 3 മാസം ജോലി, പിന്നീട് 1 മാസം ലീവ്. ഇതെല്ലാം തന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഇത് അമ്മ തന്ന് എന്നൊരു ജോലിയാണെന്നുള്ള ഒരു തീർച്ചപ്പെടുത്തലാണ്. 7/1/26 ജോലി ലഭിക്കുന്നത്. അത് 7 എന്ന ഡേറ്റ് പരിശുദ്ധ അമ്മയുടെ ഡേറ്റാണ്. ഡിസംബർ 7-ാം തീയതിയാണ് പരിശുദ്ധമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന അക്കം വളരെ ഒരു പ്രാധാന്യമുള്ളതാണ്. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായതുകൊണ്ട് മിക്ക വ്യക്തികളും ഉടമ്പടി നയിക്കുന്ന ഓരോ വ്യക്തികളുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് കേൾക്കുന്നത് 7 എന്ന നമ്പറാണ്. ഈ മകനും അതുപോലെ തന്നെയാണ് 7 എന്ന ഡേറ്റിലാണ് അമ്മ ജോലി നൽകി സഹായിച്ചത്. തന്നെയുമല്ല, പോകുന്ന വഴിക്കും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മകന് വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയിലും പച്ചത്തിരിയിൽ കത്തിച്ചപ്പോഴും ഒരു പ്രകാശവും ഒരു ചുവന്ന നിറത്തിൽ അമ്മയുടെ ഒരു സാന്നിധ്യം ഈ അമ്മയ്ക്ക് കാണുവാൻ സാധിച്ചു. അമ്മ കൂടെയുണ്ട്. കൃപാസനം അമ്മയുടെ സാന്നിധ്യം പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സുനിതയ്ക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമുക്ക് ഉറപ്പാണ്. എവിടെ പോയാലും എന്തിനു പോയാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ വചനത്തിൽ കേട്ട ആ ഉറപ്പ് നമ്മുടെ കൂടെയുണ്ട്. ആ ഉറപ്പ് നമുക്ക് നൽകുന്നത് ആ ദൈവ സാന്നിധ്യമാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടിയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ ഞാൻ ജയിക്കും, ഞാൻ പരാജിതനായാലും വിജയം എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു വിശ്വാസമാണ്. ഈ മകന് കുവൈറ്റിൽ ആദ്യം പോകാനാവാതിരുന്നപ്പോൾ അതിലും നല്ല ഒരു ജോലി നൽകിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായിട്ട് അതിലും നല്ല, ഏറ്റവും കൂടുതൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ജോലി നൽകിയത്. അതായത് തോറ്റാലും നമ്മൾ ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ഉടമ്പടിയിൽ ദൈവം എന്നോടൊപ്പമുണ്ട്, അതിനാൽ നാം ജയിക്കും, തോറ്റാലും ഞാൻ ജയിക്കുമെന്ന ഉറപ്പാണ്. ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമുള്ളിടത്ത് തോൽവിയില്ല. കഷ്ടതകൾ നമ്മെ ഒരിക്കലും കീഴടക്കില്ല.
ഉള്ളിൽ സമാധാനവും കൃപാസനവും അമ്മയോട് കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുനിതയ്ക്കും ജയസൂര്യയ്ക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ ജോലി നൽകിയതിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.